Good morning. Good morning, ma'am. Morning. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Good morning. Good morning to all. നമ്മൾ എയർ ട്രാൻസ്പോർട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ, എയർ ട്രാൻസ്പോർട്ടിൽ ബെനിഫിറ്റ് ആവുന്ന രോഗികൾ ആരൊക്കെയാണെന്ന്. ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞത്? Patients who are more likely to get benefit from air transport ആരൊക്കെയാണ്? Severe trauma, pen-driven chest injuries, multi-system injuries,
crush injuries or patient with unstable vital signs. Okay, അത് മാത്രമല്ലേ പറഞ്ഞോളൂ? അതെ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് അടുത്ത കാറ്റഗറീസ് വരുന്ന പേഷ്യൻസ് ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് ആവുന്ന അടുത്ത കാറ്റഗറി ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത് പേഷ്യൻസ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രം ഇൻ ക്രൂഷ്യൽ നീഡ് ഓഫ് revascularization procedure, cardiac tamponade with hemodynamic compromise, cardiogenic shocking, need of intra-aortic balloon pump or other resistant devices. Okay. അതായത് എന്ത് സിറ്റുവേഷൻ ആണ് ഇവിടെ പറയുന്നത്? അക്യൂട്ട് കൊറോണറി സിൻഡ്രം കേട്ടിട്ടുണ്ടോ? അത് അക്യൂട്ട് കൊറോണറി സിൻഡ്രം എന്ത് ഡിസീസ് ആണത്? അങ്ങനെ ഒരു സിൻഡ്രം ഉള്ളവർക്ക് എന്താണ് റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയേഴ്സ് ആവശ്യമാണ്. എന്തായിരിക്കും കൊറോണറി സിൻഡ്രം എന്ന് പറയുന്നത്? ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അതെന്താണെന്ന് നോട്ട് ചെയ്യണേ. A range of condition related to sudden ഒരു കോമ ഇടാട്ടോ. സഡൻ കഴിഞ്ഞിട്ട് ഒരു കോമ ഇടാം. സഡൻ reduced blood flow to the heart. ഒന്നുകൂടി ശ്രദ്ധിക്കാം. A range of acute coronary syndrome എന്താണ്? A range of condition related to sudden reduced blood flow to the heart. എഴുതി എല്ലാവരും? യെസ്. എന്താണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം അഥവാ ഇതിനെ നമ്മൾ ഷോർട്ട് ഫോമില് ACS എന്നും പറയും കേട്ടോ. ACS സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണത്? അതായത് ഹൃദയധമനികളില് എന്ത് കുറവ് മൂലമാണ് ഇത് സംഭവിക്കുന്നത്? രക്തയോട്ടം കുറയുന്നത് മൂലം. ഹൃദയധമനികളില് രക്തയോട്ടം കുറയുന്നത് മൂലം ഹൃദയപേശികൾക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? ACS അഥവാ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്താണ് പറയുന്നത്? ഹൃദയധമനികളിൽ രക്തയോട്ടം ബ്ലഡ് ഫ്ലോ ഇല്ലാതാവുന്ന സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കുന്നു? ഹൃദയപേശികൾക്ക് നല്ല രീതിയിൽ ചലിക്കാൻ സാധിക്കുമോ? ഇല്ല. ശരിയായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എന്ത്? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ എന്ത് വേണം? ഒരു റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ അതിന് ആവശ്യമാണ്. എന്താണ് റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് അത് ഉൾപ്പെടുന്നത്? റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ കേട്ടിട്ടുണ്ടോ? അത് നമുക്ക് ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യാറ്? ഹൃദയത്തിന് ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് ഇത് ശാസ്ത്രക്രിയയാണ്. ശരിക്കും റിവാസ്കുലറൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ്, അല്ലെ? മെഡിക്കൽ പ്രൊസീജിയർ ആണ്. നമ്മള് ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് കേട്ടിട്ടില്ലേ നിങ്ങള്? ആൻജിയോഗ്രാം. ഓക്കെ, അതായത് ബ്ലോക്ക് ബാധിച്ച ഹൃദയത്തിന്റെ ആ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പെർഫ്യൂഷൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ അവിടെ കണ്ടക്ട് ചെയ്തത് കേട്ടോ. ഒരു ശാസ്ത്രക്രിയയിലൂടെയാണ് ഈ ഒരു പ്രൊസീജിയർ നടത്തപ്പെടുന്നത്. ഓക്കെ, അതായത് ബ്ലോക്ക് ബാധിച്ച ഒരു ശരീരഭാഗത്തിന്റെ പെർഫ്യൂഷൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് അഥവാ ബൈപ്പാസ് അല്ലെങ്കിൽ മറ്റ് ആൻജിയോപ്ലാസ്റ്റി മുതലായവ നടത്തപ്പെടുന്നത്. ഏതുതരം സിറ്റുവേഷൻസ് ആണ്? ഇതുപോലെ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം പോലുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ നടത്തപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ എന്താണ്? ACS എന്താണെന്നും മനസ്സിലായോ? ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്തുതരം ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്?
എയർ ട്രാൻസ്പോർട്ടേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെങ്കിൽ ആളെ മരണപ്പെടാനായിട്ടുള്ള കാരണമായിരിക്കാം. Then cardiac tamponade with the hemodynamic compromise. Next situation ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളത് മുന്നേ. Cardiac tamponade with the hemodynamic compromise. എന്ത് സിറ്റുവേഷൻ ആണത്? അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ചുറ്റുമുള്ള ഒരു സഞ്ചിയില് എന്താണ് പെരികാർഡിയൽ ദ്രവം കേട്ടിട്ടില്ല? പെരികാർഡിയൽ ഫ്ലൂയിഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഹൃദയത്തിന്റെ ആ സ്പേസില് പെരികാർഡിയൽ ഫ്ലൂയിഡ് ആയിട്ട് ആ ഫ്ലൂയിഡ് ഇങ്ങനെ അടിഞ്ഞു കൂടുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? കംപ്രഷൻ ഉണ്ടാവുന്നു. ഓക്കെ, ഈ ഫ്ലൂയിഡ് ഓവർലോഡഡ് ആയിട്ട് അടിഞ്ഞു കൂടുന്ന സിറ്റുവേഷൻസിൽ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു കംപ്രഷൻ ഫീലിങ്സ് ഉണ്ടാവും. അത്തരം സിറ്റുവേഷൻസിൽ ആ പേഷ്യന്റിന് നോർമൽ ആയിട്ട് ബ്രീത്ത് എടുക്കാനായിട്ട് സാധിക്കില്ല. അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ് നമ്മൾ അനുഭവപ്പെടുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഈ പെരികാർഡിയൽ ദ്രവം ആ ഫ്ലൂയിഡ് അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാർഡിയാക് ടാമ്പോണേഡ് വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അക്യൂട്ട് കൊറോണറി സിൻഡ്രത്തിലും ഉണ്ടാവുന്ന ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് പോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും ചെസ്റ്റ് പെയിൻ ഒക്കെ തന്നെയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സിംറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, then cardiogenic shock in need of intra-aortic balloon pump or other assistant devices. Cardiogenic shock അതെന്ത് തരം സിറ്റുവേഷൻ ആണ്? കാർഡിയോജനിക് ഷോക്ക് എന്ത് റിലേറ്റഡ് ആണത്? കാർഡിയോജനിക് ഷോക്സ് എന്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ആണ്? ഹൃദയത്തിന് നോർമൽ രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അതായത് എന്താണ്? when your blood cannot pump enough blood and oxygen to the brain and other vital. അപ്പൊ നോർമൽ ആയിട്ട് ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്കും അല്ലെങ്കിൽ മറ്റു ഓർഗൻസിലേക്കും പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ആ ഹൃദയത്തിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അസിസ്റ്റന്റ് ഡിവൈസസ് ഉപയോഗിക്കുന്നത്. അതിന്റെ പേരാണ് എന്ത്? ഇൻട്രാ-ഓറോട്ടിക് ബലൂൺ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അതായത് കാർഡിയോജനിക് എന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ടിന് നല്ല രീതിയിൽ പമ്പ് ചെയ്യാൻ പറ്റാത്ത ഓർഗൻസിലേക്കും ബ്രെയിൻസിലേക്ക് എന്താണ് രക്തം നല്ല രീതിയിൽ പമ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് ഹൃദയത്തിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രാ-അറോട്ടിക് ബലൂൺ എന്ന പമ്പാണ് അത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഇൻട്രാ-അറോട്ടിക് ബലൂൺ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇൻട്രാ-അറോട്ടിക് ബലൂൺ എന്താന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഹൃദയത്തിനെ കൂടുതൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു തരം ഉപകരണമാണ് കേട്ടോ. യെസ്, ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു സിലിണ്ടറിക്കൽ പോളിത്തീൻ ആയിട്ടുള്ള ഒരു ബലൂൺ ആണ്. സിലിണ്ടറിക്കൽ ആയിട്ടൊരു പോളിത്തീൻ ആയിട്ടുള്ള ഒരു ബലൂൺ ടൈപ്സ് ആണ്. ഇതിന് ഏകദേശം എന്താണ് ഒരു 2 സെന്റിമീറ്റേഴ്സ് തുടങ്ങി അത്രയും സെന്റിമീറ്റേഴ്സ് ആയിരിക്കും അതിന്റെ വലിപ്പംസ് വരുന്നത്. ഓക്കെ, ദെൻ ഇത് നമ്മൾ അതിന്റെ അകത്തേക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം നോർമലിലാക്കി മാറ്റുന്നത്. അതായത് ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബലൂൺസ് ആണെന്ന് ഇൻട്രാ-ഓറോട്ടിക് ബലൂണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എത്തരം സിറ്റുവേഷൻസിലാണ് ഇൻട്രാ-ഓറോട്ടിക് ബലൂൺസ് നമ്മൾ ഉപയോഗിക്കുന്നത്? എത്ര സിറ്റുവേഷൻസിലാണ്? ബ്ലഡ് നോർമൽ രീതിയിൽ ഓർഗൻസിലേക്കും ബ്രെയിനിലേക്കും പമ്പ് ചെയ്യാൻ പറ്റുന്ന ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇൻട്രാ-അറോട്ടിക് ബലൂൺസ് ഉപയോഗിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കുന്നത് കേട്ടോ. ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഓക്കെ, ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് എന്ത്? ഇൻട്രാ-അറോട്ടിക് ബലൂൺസ് എന്ന് പറയുന്നത് കേട്ടോ. That helps the heart pump more blood when it cannot pump enough oxygen. ഓക്കെ, അപ്പൊ ഈ ഒരു ബലൂൺ കടത്തിയിട്ടതിന് ശേഷമാണ് നമുക്ക് എന്താണ് നോർമൽ രീതിയിൽ ഹൃദയത്തിന് പമ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് മറ്റു അതർ അസിസ്റ്റ് ചെയ്യുന്ന ഡിവൈസസുകളും ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയുള്ള പേഷ്യൻസിനും പെട്ടെന്ന് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻസ് വന്നാൽ എയർ ട്രാൻസ്പോർട്ടേഷൻ തന്നെ ആയിരിക്കണം ഏറ്റവും ബെനിഫിറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, യെസ്. അടുത്തത് പേഷ്യന്റ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. പേഷ്യന്റ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്താ പറയുന്നത്? അത് ഏതുതരം സിറ്റുവേഷൻ ആണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്?
ഒരു അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഏതൊക്കെ അവയവങ്ങളാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുള്ളത്? ഏതൊക്കെ അവയവങ്ങളാണ്? കണ്ണ്, ഹാർട്ട് അല്ലെ? ഓക്കെ, യെസ്. നമ്മള് ട്രാഫിക് സിനിമയിൽ കണ്ടിട്ടില്ലേ ഹാർട്ട് കൊണ്ടുപോകുന്നത്? അത് പക്ഷെ ഏത് വാഹനത്തിലാണ് കൊണ്ടുപോയത്? ഏത് വാഹനത്തിലായിരുന്നു? എയറിലാണോ, എയർപോർട്ടിലാണോ? സോറി, എയർ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നോ? ആംബുലൻസ് ആയിരുന്നു അല്ലെ? ആംബുലൻസിലായിരുന്നു അന്ന് ആ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ അത് ഇതേ സാഹചര്യം, അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, പ്രത്യേകിച്ച് ഹൃദയമൊക്കെ മാറ്റിവെക്കുന്ന സിറ്റുവേഷൻസ് വന്നാലും നമ്മളെ പേഷ്യന്റിനെ അപ്പൊ എത്രയും പെട്ടെന്ന് പറയും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് തന്നെയായിരിക്കുള്ളൂ മിക്കവാറും ഉപയോഗിക്കാറുള്ളത് കേട്ടോ. യെസ്. പിന്നെ എന്താണ്, എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? ക്രിട്ടിക്കലി ഇൽ ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യന്റ്. ക്രിട്ടിക്കലി ഇൽ ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ്. പിന്നെ എങ്ങനെയുള്ള പേഷ്യൻസിനും എയർ ട്രാൻസ്പോർട്ട് ആവശ്യമാണ്? ക്രിട്ടിക്കലി ഇല്ലായതും ഹൈ റിസ്ക് ഉള്ള എന്താണ് സർജിക്കൽ സർജറീസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനും കൂടിയാണ് എന്താ എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞിപ്പോ എന്താണ്, പേഷ്യന്റ് ഹു ആർ മോർ ലൈക്ലി ടു ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം എയർ ട്രാൻസ്പോർട്ടേഴ്സ് അല്ലെ? എയർ ട്രാൻസ്പോർട്ട് ഏറ്റവും കൂടുതൽ സഹായകമാകുന്ന രോഗികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ്? ഒന്ന് സിവിയർ ആയിട്ടുള്ള ട്രോമ, പിന്നെ എന്താണ് മൾട്ടിസ്റ്റെം തുടങ്ങി മറ്റ് ഇഞ്ചുറീസുകൾ, പിന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള വൈറ്റൽ സൈൻസ്, then patients with ACS acute coronary syndrome, പിന്നെ എന്താണ് കാർഡിയാക് tamponade with hemodynamic compromise and cardiogenic shock. ഇത്തരം സിറ്റുവേഷൻസിലും എയർ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട പേഷ്യൻസിനും ഈ ഒരു സമയത്ത് എയർ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്ഫുൾ ആണ് അല്ലെ? then മോസ്റ്റ് എന്താണ് ക്രിട്ടിക്കൽ ഇല്ലും അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ള മെഡിക്കൽ സർജറിക്കൽ പേഷ്യൻസിനും എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. എത്ര പോയിന്റ്? 4 പോയിന്റ്. ഒന്നും കൂടി വായിച്ചു നോക്കിയേ. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. സർജിക്കൽ പേഷ്യൻസ് വേറെ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ആണ് കേട്ടോ. ഓക്കെ ആണോ? ഏതെങ്കിലും സിറ്റുവേഷൻസ് മനസ്സിലാവത്തില്ലല്ലോ? ഓക്കെ, ഇവിടെ ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വരെയാണ് നമ്മൾ പറഞ്ഞത്? എയർ ട്രാൻസ്പോർട്ട്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. ഇനി നോക്കുന്നത് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ അവരുടെ കൂടെ പോകുന്ന ആരൊക്കെയാണ്? അതായത് പേഷ്യൻസിന്റെ കൂടെ ഏതൊക്കെ സ്റ്റാഫുകളാണ്, ഏതൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് പോകുന്നതെന്നും നമ്മൾ പല രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഓരോ സ്റ്റാഫുകളുടെ എണ്ണവും അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നത്.
ഫസ്റ്റ് വൺ നോക്കാം. Accompanying the patient, it is normally suggested to have at least 2 profession person accompanying the patient to be shifted. അല്ല, നോർമലി നമ്മൾ പറയുന്നത് എന്താണ്, പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 മെഡിക്കൽ സ്റ്റാഫ് എങ്കിലും എന്താണ് കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ. Then the care needed by each patient in the course of transfer relies on the level of patient's critical care dependency and correspondingly are divided into. Okay. ഇവിടെ നമ്മൾ ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിൽ ആ പേഷ്യന്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവരെ 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യൻസിന്റെ കൂടെ പോകുന്ന കണ്ടീഷൻസ്, അതായത് ഏതൊക്കെ രീതിയിലാണ് അവരെ നമ്മള് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഓക്കെ, പഠിക്കണോട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. യെസ്, അതായത് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അവരെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. ലെവൽ 0 എന്താണ്? ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് ഹു ക്യാൻ ബി മാനേജ് അറ്റ് ദ വാർഡ് ലെവൽ ഓഫ് വാർഡ് ഇൻ hospital and are normally not need to be accompanied with any specialized person. ലെവൽ 1 എന്ന് പറയുന്നത് എന്താണ്? എമർജൻസി ആണ്, നോർമൽ കേസസ് ആണ്, നോർമൽ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത പേഷ്യൻസ്, അതായത് വാർഡ് ലെവൽ ഓഫ് ട്രാൻസ്ഫർ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, യെസ്, അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസും സ്റ്റാഫുകളും ഒന്നും തന്നെ ഇത്തരം പേഷ്യൻസിന്റെ കൂടെ പോകേണ്ട സിറ്റുവേഷൻ ഇല്ല. ഓക്കെ, മനസ്സിലായോ? ലെവൽ 0 ഇവിടെ വാർഡ് ലെവൽ മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ. അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീസും പോകേണ്ട കാര്യങ്ങൾ വാർഡ് തലത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ ആണ് ഇത് ലെവൽ 0 എന്ന് പറയുന്നത്. കേട്ടോ, മനസ്സിലായോ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ആവശ്യമില്ല. ഇനി ലെവൽ 1 എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദോസ് പേഷ്യൻസ് ഹു ആർ deteriorating condition the cause of the transfer but can be managed in acute part setting by the support of the critical care team. This usually should be accompanied by a paramedic and trained nurse. And okay, ലെവൽ 1 എന്ന് പറയുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? ഡിറ്ററേഷൻ കണ്ടീഷൻ, അതായത് പേഷ്യന്റിന്റെ നില പെട്ടെന്ന് വഷളാകുന്ന ടൈപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെ? അതായത് നമുക്ക് എന്താണ്, അവരുടെ കൂടെ അത്തരം സിറ്റുവേഷൻസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ക്രിട്ടിക്കൽ കെയർ ടീം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു പാരാമെഡിക്കും അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫും ലെവൽ 1-ലുള്ള പേഷ്യൻസിന്, ലെവൽ 1-ലുള്ള സിറ്റുവേഷനുള്ള പേഷ്യൻസിന് ആവശ്യമാണ്. അപ്പൊ ലെവൽ 1 എന്ന് പറയുന്നത് എങ്ങനെയുള്ള പേഷ്യന്റ് ആണ്? അവരുടെ നില ഇത്രയും പെട്ടെന്ന് വഷളാകുന്ന അല്ലെങ്കിൽ അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസുകൾ. ഓക്കെ, അർജന്റ് മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റേജസ് മാറുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ, അത്തരം പേഷ്യൻസിന്റെ കൂടെ ഒരു ക്രിട്ടിക്കൽ കെയർ ടീം സപ്പോർട്ടിംഗ് ടീമായിട്ട് ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടൊരു പാരാമെഡിക് സ്റ്റാഫും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സും കൂടെ ഉണ്ടായിരിക്കണം. ഏതിലാണ്? ലെവൽ 1-ല്. ഓക്കെ, ക്ലിയർ ആണോ? ലെവൽ 1 ക്ലിയർ ആണോ? Then level 2, it consists of patients who are in need of observation or intervention for failure of single organ system and have to be accompanied by a trained and proficient personnel. Level 2-ലുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവരാണ്? സിംഗിൾ ഓർഗൻ ഫെയിലിയർ സിസ്റ്റം, അല്ലെ? സിംഗിൾ ഓർഗൻ ഫെയിലിയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു ഓർഗൻസിന് ഫെയിലിയർ സംഭവിച്ച പേഷ്യന്റ് ആയിരിക്കാം, അതായത് കിഡ്നിയോ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയറോ അല്ലെങ്കിൽ അക്യൂട്ട് ലിവർ ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച പേഷ്യൻസ് ആയിരിക്കും. അതായത് ഓരോ ഓർഗൻസിന് മാത്രം തകരാറ് സംഭവിച്ച പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരിക്കണം? ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ പേഴ്സണൽ മാത്രമായിരിക്കണം അവരുടെ കൂടെ ഉണ്ടാവേണ്ടത്. ഓക്കെ, നിർബന്ധമായിട്ടൊരു ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷൻ പേഴ്സണൽ ലെവൽ 2-ലെ പേഷ്യൻസിന്റെ ഒബ്സർവേഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ആ വേളയിൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ലെവൽ 2-ലപ്പോ എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ സിസ്റ്റം. ഓക്കെ, ഒരു ഓർഗൻസിന് തകരാറുള്ള പേഷ്യൻസിന്റെ കൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാഫ് ആവശ്യമാണ്. മനസ്സിലായോ? അതാണ് ലെവൽ 2. ലെവൽ 2 ക്ലിയർ? ലെവൽ 3 നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് വിത്ത് need of advanced respiratory care during the transport with the support of at least 2 failing organ system. These patients must be accompanied by a competent doctor along with a nurse and paramedic. Level 3 എന്ന് പറയുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്?
എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? അഡ്വാൻസ് റെസ്പിറേറ്ററി കെയർ ട്രാൻസ്പോർട്ട് വേളയിൽ ആവശ്യമാണ്. എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? അറ്റ്ലീസ്റ്റ് 2 ഫെയിലിംഗ് ഓർഗൻ സിസ്റ്റം. ടു ഓർഗൻ ഫെയിലിയർ ഉള്ള പേഷ്യൻസ് ആണ് ലെവൽ 3 വരുന്നത്. അങ്ങനെയുള്ളവരുടെ കൂടെ ആരൊക്കെയാണ് ട്രാൻസ്ഫർ വേളയിൽ പോകേണ്ടത്? കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഡോക്ടറും നഴ്സും പാരാമെഡിക്സും കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരിക്കണം, നഴ്സും പാരാമെഡിക് സ്റ്റാഫും ആയിരിക്കണം ലെവൽ 3 പേഷ്യൻസിന്റെ കൂടെ ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായോ? ലെവൽ 3 ഒന്നുകൂടി നോക്കാം. നമ്മുടെ ട്രാൻസ്ഫർ വേളയിലെ പേഷ്യൻസിന്റെ കൂടെ പോകേണ്ട പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റാഫുകൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? നമ്മള് അവരുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റാഫുകൾ അവരുടെ കൂടെ വിടുന്നത്. ഇപ്പൊ ലെവൽ 1 എന്ന് പറയുന്നത് എന്താണ്? വാർഡ് തലത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ട്രാൻസ്ഫർ ആണ് അല്ലെ. അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആരും തന്നെ കൂടെ വേണമെന്നില്ല. ഓക്കെ, ലെവൽ 1 എന്ന് പറയുന്നത് എന്താണ്? അർജന്റ് മെഡിക്കൽ കെയർ ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ മേലെ പെട്ടെന്ന് വഷളാകുന്ന സിറ്റുവേഷൻ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കെയർ ടീം അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒരു പാരാമെഡിക് സ്റ്റാഫും ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സും ലെവൽ 1 പേഷ്യന്റിന്റെ കൂടെ ഉണ്ടായിരിക്കണം. ലെവൽ 2 എന്താണ്? ഇങ്ങനെയുള്ള പേഷ്യന്റ് ആണ് സിംഗിൾ ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന്റെ കൂടെ നിർബന്ധമായിട്ടൊരു ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷൻ പേഴ്സണൽസ് കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ലെവൽ 2. ലെവൽ 3 എന്ന് പറയുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 2 ഫെയിലിംഗ് ഓർഗൻ സിസ്റ്റമിലോ ഒന്നോ 2 ഓർഗൻസിന് തകരാറ് സംഭവിച്ച പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ കൂടെ നിർബന്ധമായിട്ടൊരു കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഡോക്ടറും പാരാമെഡിക്സും നഴ്സും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? ലെവൽ 0 to ലെവൽ 3. ഇപ്പൊ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും? ലെവൽ 2 കാറ്റഗറി പേഷ്യൻസ് ഏതാണ്? അല്ലെങ്കിൽ എന്താ പറയാ, വാർഡ് തലത്തിൽ കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്ഫർ ഏതാണ്? ലെവൽ 0. ഓക്കെ, 1 or 2 അധികം ഓർഗൻസിന് ഫെയിലിയർ വരുന്നത് ഏത് ലെവൽ പേഷ്യന്റ് ആണ്? ലെവൽ 3. അങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ലെവൽ 0 മുതൽ ലെവൽ 3 വരെ നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, പഠിക്കണേ, ഒരു ഭാഗം വിട്ടുപോകരുത്. മനസ്സിലായല്ലോ? 3 ലെവൽസ് മനസ്സിലായി, സോറി 4 ലെവൽ മനസ്സിലായല്ലോ. ഫസ്റ്റ് ലെവൽ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാരും വിട്ടുപോരുത്. 0 to 3 ആണ്. ഓക്കെ, accompanying person should be aptly trained, competent and experienced, and preferably should have done training in patient transfer and should have enough training in advanced cardiac life support, airway management and critical care. Okay, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ 4 ലെവൽസിലും കൂടെ പോകുന്ന വ്യക്തികൾ ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾ തന്നെ ആയിരിക്കും. ഇപ്പൊ നഴ്സ് ആണെങ്കിലും പാരാമെഡിക്സ് ആണെങ്കിലും മറ്റു സ്റ്റാഫ്സുകൾ ആണെങ്കിൽ പോലും എന്താണ്, വളരെ എക്സ്പീരിയൻസ് ആയിട്ട് പേഴ്സൺസ് ആയിരിക്കും. പ്രത്യേകിച്ച് ട്രാൻസ്ഫർ വേളയിൽ പേഷ്യൻസിന് ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അവർക്ക് ട്രെയിനിങ്ങിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ട്രെയിനിങ് കിട്ടേണ്ടത്? ഒന്ന്, അഡ്വാൻസ്ഡ് കാർഡിയക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, എയർവേ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്രിട്ടിക്കൽ കെയർ എങ്ങനെയാണ് എന്നുള്ള ഈ 3 കാര്യത്തിൽ അവര് വളരെയധികം കോമ്പിറ്റന്റ് ആയിരിക്കും. കാരണം നമുക്കറിയാം ട്രാൻസ്ഫർ വേളയിൽ പേഷ്യൻസിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് അത് മാനേജ് ചെയ്യാനായിട്ട് സാധാരണ പേഴ്സണിന് സാധിക്കില്ല. ഏറ്റവും കൂടുതൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ കൂടെ പോകുന്നത് ഏതുതരം പേഴ്സൺസ് ആണെങ്കിലും എന്താണ്, വ്യക്തമായിട്ടുള്ള രീതിയിൽ അല്ലെ, ക്ലിയർ കട്ട് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ട്രെയിനിങ് ലഭ്യമായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അവിടെ വരെ പറഞ്ഞാൽ മനസ്സിലായോ? Then if the physician is not available to shift unstable patient, then provision of contacting the physician concerned by the transport tram should clearly be ready for the services. ഇനി നമ്മൾ ഈ കൊണ്ടുപോകുന്ന വേളയിൽ ചിലപ്പോ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഫിസിഷ്യൻ അവൈലബിൾ അല്ലെങ്കിൽ ഫിസിഷ്യൻ കൂടെ ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഓൾറെഡി ആളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അതായത് അപ്പൊ എങ്ങനെയുള്ള ഒരു വാഹനത്തിൽ മാത്രമേ നമുക്ക് ഫിസിഷ്യനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ?
ഒരു ട്രാൻസ്പോർട്ട് ട്രാം നമ്മൾ നേരത്തെ പഠിച്ച മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതായത് പേഷ്യൻസിന്റെ എല്ലാ ഫെസിലിറ്റീസും അതിലുണ്ടായിരിക്കും ട്രാൻസ്പോർട്ട് ട്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്, അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആംബുലൻസിൽ പഠിച്ച പോലെ എല്ലാ ഡിവൈസസും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഫിസിഷ്യൻ കൂടെ ഇല്ലെങ്കിൽ പോലും എന്താണ് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമുക്ക് ആ പേഷ്യന്റിനെ എന്താണ് കൊണ്ടുപോകാനും പിന്നെ ആ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ എപ്പോഴും എന്താണ് ഒരു ട്രാൻസ്പോർട്ട് ട്രാം എപ്പോഴും സർവീസസിന് റെഡി ആയിട്ടിരിക്കും. അതായത് ചില സമയത്ത് നമുക്കിപ്പോ ഫിസിഷ്യന് ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസീസ് വന്നാൽ ചിലപ്പോൾ ഡോക്ടറിന് വരാൻ സാധിക്കില്ല. അത്തരം സാഹചര്യം നമുക്ക് എന്തായാലും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തേ മതിയാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അത്തരം സാഹചര്യം അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഫെസിലിറ്റീസ് ഉള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ട്രാം എപ്പോഴും എന്താണ് സർവീസിനായിട്ട് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഒരു പിക്ചർ ഞാൻ കാണിച്ചാലോ ട്രാൻസ്പോർട്ട് ട്രാം എന്താണ്. നമ്മുടെ ഒരു ട്രെയിനിന്റെ ഷേപ്സിലാണ് പിക്ചർ എടുത്ത് വെച്ചിട്ട് കാണുന്നില്ല കേട്ടോ. എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു പോർട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ് കേട്ടോ അത്. ഓക്കെ, അത് ഇത്തരം സാഹചര്യത്തിലാണ് ഫിസിഷ്യൻ ഇല്ലാത്ത സമയത്ത് അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇൻ കേസ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ എന്താണ് ആംബുലൻസിനെ ആശ്രയിക്കാവുന്നതാണ്. ആംബുലൻസിൽ എന്താണ് ഏത് ആംബുലൻസിനെയും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത്? ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ് ആയിരിക്കും? ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ് ആയിരിക്കും? കുറെ ടൈപ്പ് പഠിച്ചില്ല, അതിൽ ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസിലാണ് നമ്മൾ എക്യുപ്മെന്റ്സുകളൊക്കെ കൂടുതലുണ്ടെന്ന് പഠിച്ചത്? MIC. ഓക്കെ, അല്ലാതെ കാർഡിയാക് കെയർ ആംബുലൻസ് അല്ലെ, കാർഡിയാക് കെയർ ആംബുലൻസ് അല്ലെങ്കിൽ എന്താണ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പഠിച്ചിട്ടില്ലേ? ഓക്കെ, പിക്ചർ കാണുന്നില്ല കേട്ടോ പിള്ളേരെ. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്താൽ മതി ട്രാൻസ്പോർട്ടർ ആണ് കേട്ടോ. ഇവിടെ വരെ പറഞ്ഞ മനസ്സിലായോ? ഇതാണ് നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫർ വേളയിൽ പേഷ്യൻസിന്റെ കൂടെ പോകുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് കേട്ടോ. ലെവൽ 0 to level 3 വരെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. വളരെ കോമ്പറ്റന്റ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമായിരിക്കും പ്രത്യേകിച്ച് ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന്റെ കൂടെ പോകാനായിട്ട് സാധ്യമാകും. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് കൂടെ പോകുന്നത് ആരൊക്കെയാണ്. ഇനി നമ്മൾ ട്രാൻസ്ഫർ സിറ്റുവേഷൻസിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സും ഡ്രഗ്സ് ഒക്കെയാണ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. നോക്കാം. എ പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് all life-saving drugs is compulsory for transfer of patients with the level 1, 2 and 3 critical care needs. Okay, പ്രത്യേകിച്ച് നമുക്ക് എന്താണ് 1, 2, 3 നമുക്കറിയാലോ. മൂന്ന് ലെവൽസിലുള്ള പേഷ്യൻസിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അതനുസരിച്ച് കൊണ്ട് തന്നെ എന്താണ് അത്തരം പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ഡ്രഗ്സുകളും അല്ലെ. Transfer ambulance should be prepared with the drugs and devices needed for airway operation, oxygenation, ventilation, hemodynamic monitoring and resuscitation. അപ്പോൾ ഈ 1, 2, 3 പേഷ്യൻസിനെ പ്രിപ്പയർഡ് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡ്രഗ്സിനും പ്രത്യേകിച്ച് എയർവേ ഓപ്പറേഷൻസിനും വലിയ ഓക്സിജനേഷനും കൊടുക്കുന്നതിനും വെന്റിലേഷനും മറ്റ് ഹീമോഡൈനാമിക് ആയിട്ടുള്ള മോണിറ്ററിംഗിന് എല്ലാം തന്നെ എന്താണ് അല്ലെങ്കിൽ റീസസിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ എക്യുപ്മെന്റ്സുകളും എന്താണ് റെഡി ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് എല്ലാം തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ട് വേണം ആ പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. പിന്നെ വരുന്ന എന്താണ് all the inspection needs to be confirmed before the beginning transfer to the starting of the infusion drugs. The drugs secured for patient transfer involve muscle relaxant, sedative, analgesics, inotropes and resuscitation drugs. ഇനി നമ്മളുടെ ഇൻഫ്യൂഷൻ ഡ്രഗ്സുകളെല്ലാം തന്നെ ആ ട്രാൻസ്ഫർ വേളയിൽ പ്രിപ്പയർഡ് ആക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഏതൊക്കെ തരം ഡ്രഗ്സുകളാണ്?
മസിൽ റിലാക്സിംഗ് ഡ്രഗ്സുകള്, പിന്നെ എന്താണ് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മള് IV കൊടുക്കില്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, IV ആയിട്ട് കൊടുക്കുന്നത്. മസിൽ റിലാക്സന്റ്, സെഡേറ്റീവ്സ്, അനൽജെസിക്സ്. അനൽജെസിക്സ് എന്ന് പറയുന്നത് എങ്ങനത്തെ ഡ്രഗ്സ് ആണ്? അനൽജെസിക്സ് എന്ന് പറയുന്നത് പെയിൻ കില്ലേഴ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളില്ലേ, അതാണ് അനൽജെസിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇനോട്രോപ്സ് ആൻഡ് റീസസിറ്റേഷൻ ഡ്രഗ്സ്. ഇനോട്രോപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇനോട്രോപ്സ് എന്ന ഡ്രഗിന്റെ പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ, കേട്ടിട്ടുണ്ടോ ഇനോട്രോപ്സ്? ഈ പേഷ്യന്റിന്റെ ഹാർട്ടിൽ കൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് കേട്ടോ. അതായത് ഹാർട്ടിൽ ഉണ്ടാവുന്ന കൺട്രാക്ഷൻസ് ഉണ്ടാവില്ലേ പേഷ്യൻസ്, അത്തരം സിറ്റുവേഷൻസ് നമ്മൾ ആ പേഷ്യന്റിന് കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് എന്ത്? ഇനോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ റീസസിറ്റേഷൻ ഡ്രഗ്സുകൾ, റീസസിറ്റേഷൻസിൽ ഉപയോഗിക്കുന്ന മറ്റു ഡ്രഗ്സുകളോ എന്താണ് ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ വേണ്ടി ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമായിരിക്കണം പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ പറഞ്ഞ ഡ്രഗ്സുകളെല്ലാം തന്നെ നമ്മൾ എന്തിലാണ് ഫില്ല് ചെയ്യേണ്ടത്? എന്തിലായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത്? The person responsible to patient transfer should acquire correct supplies of these emergency drugs. Some of these drugs may be needed to be prepared in pre-filled syringes before the transfer. നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തരം മരുന്നുകളും എന്ത് ചെയ്തിരിക്കണം? ട്രാൻസ്ഫർ വേളയിൽ തൊട്ട് മുൻപായിട്ട് തന്നെ സിറിഞ്ചുകളിൽ നമ്മൾ പ്രീഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം. മനസ്സിലായോ? നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാത്തരം ഡ്രഗ്സും ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്റെ ആ ഒരു വേളയിൽ കൊണ്ടുപോകേണ്ട എല്ലാ ഡ്രഗ്സുകളും നമ്മൾ ആ ഒരു പ്രീഫിൽഡ് സിറിഞ്ചില് ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ അതെല്ലാം ഫില്ല് ചെയ്തിട്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ക്ലിയർ? ഓക്കെ. ഇവിടെ ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മുടെ BP ആണ് കേട്ടോ. അത് പറഞ്ഞില്ലല്ലേ, ചോദിച്ചില്ല നിങ്ങള്. ഹീമോഡൈനാമിക് മോണിറ്റർ നമ്മുടെ BP മെഷർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. അതായത് എയർവേ ഓപ്പറേഷൻ നോക്കുന്നുണ്ട്, ഓക്സിജനേഷൻ, വെന്റിലേഷൻ ആൻഡ് ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് ആൻഡ് റീസസിറ്റേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആക്കിയതിനു ശേഷമാണ് എന്താ, അല്ലെങ്കിൽ ഇതെല്ലാം ഓക്കെ, ഇത്തരം ഡിവൈസസ് എക്യുപ്മെന്റ്സ് നമ്മൾ നേരത്തെ റെഡി ആക്കിയതിനു ശേഷം മാത്രമായിരിക്കുള്ളൂ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ മറ്റ് ഡ്രഗ്സുകളെല്ലാം തന്നെ പ്രീ ഫിൽ ചെയ്തിട്ടുള്ള സിറിഞ്ചുകളിലേക്ക് മാറ്റിയതിനു ശേഷമാണ് പിന്നെ നമ്മൾ മറ്റു പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത്. ദെൻ ദ മിനിമൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷൻ. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ദ മിനിമൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷൻ സജസ്റ്റഡ് ഫോർ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇൻക്ലൂഡ് uninterrupted electrocardiogram inspection. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ. എന്താണ് ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്? ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ ECG കേട്ടിട്ടുണ്ടോ? യെസ്. ഓക്കെ. ECG മൂലം നമ്മൾ എന്താണ് നോക്കുന്നത്? ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അല്ലെ, ഇലക്ട്രിക്കൽ ഹാർട്ട് ബീറ്റ്സ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ. ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ, നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് ടെമ്പറേച്ചർ. പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു വേളയിൽ പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഇൻസ്പെക്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എന്ത്? ECG നോക്കാം, നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നോക്കാം, അതായത് നമ്മുടെ നോർമൽ BP നോക്കാം. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നമ്മുടെ നോർമൽ BP, ഓക്സിജൻ സാച്ചുറേഷൻ എത്രയുണ്ട്, ടെമ്പറേച്ചർ എത്രയുണ്ട്, ഇതൊക്കെ നോക്കുന്നതായിട്ടാണ്. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ആ ഒരു പീരീഡിൽ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ചില സമയത്ത് നമ്മൾ ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇതേപോലെ ഇലക്ട്രോകാർഡിയോഗ്രാം ആ ഒരു ഉപകരണം ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് വാഹനം ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, പോകുന്നതില് ചിലപ്പോ ഒരു ട്രാഫിക്സിലല്ലേ റോഡിലാണ് പോകുന്നതെങ്കിൽ ചലനം മൂലം എന്ത് സംഭവിക്കാം? ആ പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാവും. കൊണ്ടുപോകുന്ന പേഷ്യന്റിന്റെ ചലനം മൂലം എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവും പേഷ്യൻസിന്? ഉണ്ടാകോ? ECGയിൽ വേരിയേഷൻ കാണിക്കോ? കാണിക്കും കേട്ടോ. നമ്മൾ നോർമൽ മോണിറ്ററിംഗ് ചെയ്താല് എന്താണ്, പ്രത്യേകിച്ച് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മള് അതെന്ത് ചെയ്യണം? നോർമൽ ഇതേ ഇലക്ട്രോ ECG ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അത് ചെയ്യേണ്ടത്. അവരുടെ ധമനിയിലേക്ക് അല്ലെങ്കിൽ ആർട്ടറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടായിരിക്കണം അവരുടെ ഒരു ഹാർട്ടിന്റെ കറക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഹാർട്ടിന്റെ ആ ഒരു പ്രവർത്തനം നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ എന്താണ്, കറക്റ്റ് ആയിട്ട് അത് മോണിറ്റർ ചെയ്യാൻ പറ്റും.
ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മൾ നോർമൽ ഇലക്ട്രോകാർഡിയോഗ്രാം ECG ആണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ പേഷ്യന്റ് സഞ്ചരിക്കുന്ന സമയത്ത് ചലനം മൂലം ആ ഹാർട്ടിൽ എന്താണ് വേരിയേഷൻസ് കാണാം. ഓക്കെ, അത്തരം സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആർട്ടറിയിലേക്ക് ഇവിടെ പറയുന്നുണ്ട് the non-invasive blood pressure may be notably affected by the motion artifact, so it may be cautious to use invasive blood pressure inspection in a selected substance of patients. എല്ലാ പേഷ്യൻസിനും അല്ല, പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് അവരുടെ ആർട്ടറിയിലേക്ക് ആ ധമനിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിറഞ്ച് ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, ലൈവ് ആയിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റും. അതായത് മറ്റു വേരിയേഷൻസ് അത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ എന്താണ്, പേഷ്യന്റിന് അവിടെ ചലനം ഉണ്ടായി പോലും നമുക്ക് അവിടെ വേരിയേഷൻസ് വേറെ ഒന്നും വരില്ല, കറക്റ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് മാത്രമേ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ പ്രത്യേകമായിട്ടുള്ള ചില പേഷ്യൻസ്, എല്ലാ പേഷ്യൻസിനും അല്ല, ക്രിട്ടിക്കലി അല്ലെങ്കിൽ സബ്സെറ്റ് ആയിട്ട് കുറച്ച് പേഷ്യൻസിന് മാത്രം അത്തരം സിറ്റുവേഷൻസ് ആവശ്യമായിട്ട് വരും. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, BP മെഷർ ചെയ്യാനായിട്ട് നമ്മുടെ ആർട്ടറിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്, സിറഞ്ച് ഉപയോഗിച്ചിട്ട് ആർട്ടറിയിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഹാർട്ടിന്റെ ആ ആക്ടിവിറ്റീസ് അവർ മെഷർ ചെയ്തത്. ഏത് സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വേളയിൽ. മനസ്സിലായോ? അത്ര ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? ബാക്കി കുട്ടികൾ മനസ്സിലായിട്ടാണോ മിണ്ടാതിരിക്കുന്നത്? ഓക്കെ, അറിയില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. യെസ്. Then all inspection equipment should be secured accurately and should be placed at the below level of the patient. For uninterrupted inspection, electrical devices must be functional or battery power with the provision of extra batteries during transfer. ഇത് നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന വേളയിൽ പലതരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. മാത്രമല്ല ഇലക്ട്രിക്കൽ ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനോട് എക്സ്ട്രാ ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററി പവേഴ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതെല്ലാം കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം. എക്സ്ട്രാ അത് കൂടെ അത് അതായത് ഇപ്പൊ ഇലക്ട്രിക്കൽ ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില എക്യുപ്മെന്റ്സുകളുണ്ട്. ഓക്കെ, ഇപ്പൊ പോകുന്ന വേളയിൽ ചിലപ്പോൾ അതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ചിലപ്പോൾ ബാറ്ററിയുടെ ചാർജ് ഒക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എക്സ്ട്രാ ബാറ്ററീസ് ആവശ്യമാണ് അല്ലെ? അപ്പൊ അതെല്ലാം തന്നെ കൃത്യമായിട്ട് ശേഖരിച്ചിട്ട് വേണം നമ്മൾ ആ പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായോ? അതായത് എല്ലാ ഉപകരണങ്ങളും കൃത്യമായി പരിശോധിക്കുക. ഇലക്ട്രിക്കൽ ഡിവൈസസ് ആണെങ്കിൽ അതിന്റെ കൂടെ എക്സ്ട്രാ ഡിവൈസസും കൊണ്ടുപോകും, എക്സ്ട്രാ ബാറ്ററീസും കൊണ്ടുപോകും കേട്ടോ. പിന്നെ പേഷ്യൻസ് ഓൺ വെന്റിലേറ്റർ. ഇനി പേഷ്യൻസ് വെന്റിലേറ്റർ ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? Patients on ventilator must be shifted on portable transport ventilators with the provision of displays of alarm associated with the tidal volume, airway pressure, inspiratory expiratory ratio, inspired oxygen fraction and respiratory rate. Okay. ഇനി ഒരു പേഷ്യന്റിനെ നമ്മൾ വെന്റിലേറ്ററിലാണ് കൊണ്ടുപോകുന്നത്, പ്രത്യേകമായിട്ട് എന്താണ്, പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്ററിലായിരിക്കുള്ള പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് അല്ലെ? അപ്പൊ ഈ പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡിസ്പ്ലേസ് ഉണ്ട്. അതായത് പേഷ്യൻസിന്റെ എല്ലാ വേരിയേഷൻസും ആ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യന്റിന്റെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നത്? ടൈഡൽ വോളിയം, എയർവേ പ്രഷർ, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ, ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്. ഓക്കെ, അതിൽ പറയുന്നത് എന്താണ്? ടൈഡൽ വോളിയം. കേട്ടിട്ടുണ്ടോ എന്താണ് ടൈഡൽ വോളിയം എന്ന്? ടൈഡൽ വോളിയം നമ്മൾ ഓരോ ബ്രീത്തിലും അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന ഒരു ഹാർട്ടിന്റെ, കേട്ടിട്ടില്ല? എഴുതിയെടുക്കണോ? കേട്ടിരുന്നാ മതി, എന്താന്ന് വെച്ചാൽ മതി കേട്ടോ. വേണ്ട, എഴുതിയെടുക്കുകയും വേണ്ട, അറിയുകയും വേണ്ട. ആണോ? ടൈഡൽ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന സമയത്തുള്ള ആ ഒരു വോളിയമാണ് എന്ത്? ടൈഡൽ വോളിയസ് എന്ന് പറയുന്നത്. ടൈഡൽ വോളിയം വോളിയം ഓഫ് ഗ്യാസ്, നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഗ്യാസും പുറത്തേക്ക് എടുക്കുന്ന ഗ്യാസിന്റെ എന്താണ്
ഒരു വോളിയം ഇൻഹേൽ ചെയ്യും എക്സേൽ ചെയ്യുന്ന ഒരു ഇച്ച് ബ്രത്തിൽ നമ്മൾ ഇൻഹേൽ ചെയ്യും എക്സേലും ചെയ്യും. ആ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ടൈം പീരീഡ് ആണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ വെന്റിലേറ്റേഴ്സിൽ ആയിരിക്കും ഇത് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ ബ്രീത്തിലും ഇൻഹേൽ ചെയ്യുകയും എക്സേൽ ചെയ്യുകയും ചെയ്യുന്ന ഓരോ ബ്രീത്തിലും ഉണ്ടാകുന്ന ഒരു ഇടയിലുള്ള ഒരു മെഷർമെന്റ് ആണ് എന്ത് ടൈഡൽ വോളിയം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ ടൈഡൽ വോളിയം എന്താന്ന്? നമ്മളെല്ലാവരും ശ്വാസം എടുക്കുമ്പോൾ അകത്തേക്ക് എടുക്കുന്നതിനും പുറത്തേക്ക് എടുക്കുന്നതിനും ഒരു ടൈം സ്പെസിഫിക് പീരീഡ് ഉണ്ട്, നോർമൽ ആയിട്ടുള്ളത് അല്ലെ? യെസ്, ഇത് ഒരു മെഷർമെന്റിൽ കൃത്യമായിട്ട്, അതായത് ടൈഡൽ വോളിയം ഉപയോഗിച്ച് നമുക്ക് അറിയാൻ പറ്റത്. ഇത് നോർമൽ ആണെങ്കിൽ നോർമൽ വാല്യൂ ആയിരിക്കും വോളിയം ആയിരിക്കും കാണിക്കുന്നത്. നോർമൽ അല്ലെങ്കിൽ എന്താണ് വോളിയത്തില് വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, പ്രത്യേകിച്ച് ഒരു വെന്റിലേറ്ററിലായിരിക്കുന്ന പേഷ്യൻസിന്റെ എക്സ്ഹേൽ ചെയ്യുന്നതും ഇൻഹേൽ ചെയ്യുന്നതും കൃത്യമായിട്ട് നമ്മൾ അവിടെ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ടൈഡൽ വോളിയം മെഷർ ചെയ്യുന്നത് കേട്ടോ. എയർവേ പ്രഷർ ചെക്ക് ചെയ്യും. ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ. ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? നമ്മുടെ ബ്രീത്ത് സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം. യെസ്, നമ്മുടെ ബ്രീത്തിങ് സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട്. ഇൻസ്പിറേറ്റ് ചെയ്യുന്നതും എക്സ്പിറേറ്റ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട്. അതായത് റേഷ്യോ ഓഫ് ദ ടൈം സ്പെൻഡ് ബ്രീത്തിങ് ഇൻ ടു ദ ടൈം സ്പെൻഡ് ബ്രീത്തിങ് ഔട്ട്. അപ്പൊ ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതുമായിട്ടുള്ള ഒരു ടൈം റേഷ്യോ ആണ് എന്ത്? എക്സ്പിറേറ്ററി ആൻഡ് ഇൻസ്പിറേറ്ററി റേഷ്യോ. അതായത് നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ 1:2 ആണ്. നോർമൽ പേഷ്യന്റിന്റെ ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1:2. ഹൈ ആയിട്ടുള്ളത്, ഏറ്റവും ഹൈ ആയിട്ട്, ഇതിൽ വേരിയേഷൻസ് വരുമ്പോൾ 1:3, 1:4 ഒക്കെ കൂടി വരും. അത്തരം സിറ്റുവേഷൻസിലൊക്കെ ആണ് എന്താണ് ചിലപ്പോ അത് അപകടകരമായിട്ടുള്ള പല സിറ്റുവേഷൻസിലേക്കും പേഷ്യന്റിനെ എത്തിച്ചേക്കും. അത് നോർമൽ ബ്രീത്ത് അല്ലാതെ വരും. ഓക്കെ, മരണകാരണം വരെ ഹൈക്ക്. നോർമൽ ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1:2 ആണ് കേട്ടോ. എക്സ്പിറേറ്ററി ഇൻസ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? നോർമൽ വാല്യൂ 1:2 ആണ് കേട്ടോ. ഓക്കെ, ഹൈ വാല്യൂസ് ഏതൊക്കെയാണ്? 1:3, 1:4 ഒക്കെയാണ് ഹൈ വാല്യൂസ് എന്ന് പറയുന്നത്, ഹൈ വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. പിന്നെ നമ്മൾ എന്താണ്? ഓക്സിജൻ ഫ്രാക്ഷൻസ് ആൻഡ് റെസിപ്പിറേറ്ററി റേറ്റ്. ഇതെല്ലാം തന്നെ എന്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും? ആ ഒരു പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്ററിൽ ഡിസ്പ്ലേ ചെയ്തിട്ടാണ്. അതെല്ലാം തന്നെ നമ്മൾ എന്താണ് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതെല്ലാം. ആ ഒരു പ്രത്യേകിച്ച് പേഷ്യന്റ് വെന്റിലേറ്റർ ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം മോണിറ്റർ ചെയ്തിട്ടായിരിക്കും പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വേളയിൽ നമ്മൾ ഇതെല്ലാം മോണിറ്റർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, യെസ്. നമ്മളിവിടെ പറഞ്ഞ എന്താണ്? എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിങ്. അപ്പോൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ ആവശ്യമാണ്, ഏതൊക്കെ ഡ്രഗ്സ് വേണം, ഏതൊക്കെ മോണിറ്ററിംഗ് ഡിവൈസസ് ആണ് നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇങ്ങനെ ബ്രീഫ് ചെയ്ത് പറയാം. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? ഇപ്പൊ ലെവൽ 1, 2, 3 ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് എന്താണ്? അവർക്ക് എല്ലാ തരത്തിലുള്ള ഡ്രഗ്സുകൾ പ്രിപ്പയർ ആയിരിക്കണം. ആവശ്യത്തിനനുസരിച്ചുള്ള ഡിവൈസസുകൾ എല്ലാം തന്നെ റെഡി ആയിരിക്കണം. അതായത് അവരുടെ എയർവേ ഓപ്പറേഷൻ മാനേജ് ചെയ്യുന്നതിനും ഓക്സിജനേഷൻ കറക്റ്റ് ചെയ്യുന്നതിനും വെന്റിലേഷൻ പ്രോപ്പർ ആക്കുന്നതിനും BP ഒക്കെ മോണിറ്റർ ചെയ്യുന്നതിനൊക്കെ എന്താണ്? എല്ലാത്തരം ഉപകരണങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന വേളയിൽ ഇൻഫ്യൂഷൻ ഡ്രഗ്സ്, IV ഡ്രഗ്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് ഏതൊക്കെ ഡ്രഗ്സുകളാണ്? മസിൽ റിലാക്സന്റ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ, സെഡേറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ, പെയിൻ കില്ലേഴ്സ്, ഇനോട്രോപ്സ്. ഇനോട്രോപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ കൺട്രാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ്. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എമർജൻസി ഡ്രഗ്സുകൾ എല്ലാം തന്നെ ഫ്രീ ഫിൽഡ് സിറിഞ്ചില് പ്രിപ്പയർഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, പിന്നെ അടുത്ത എന്താ? നമ്മൾ മിനിമൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷനിൽ പ്രധാനമായിട്ട് നടത്തേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, പേഷ്യന്റിന്റെ നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് ടെമ്പറേച്ചർ, ദെൻ ഇലക്ട്രോകാർഡിയോഗ്രാഫി, ECG. ഇത് അത്രയും കാര്യങ്ങൾ എന്താണ്? മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ട്രാൻസ്ഫർ വേളയിലെ ബ്ലഡ് പ്രഷറിൽ അല്ലെങ്കിൽ ECGയിൽ വേരിയേഷൻ വരുന്ന പേഷ്യൻസ്, പ്രത്യേകിച്ച് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ആർട്ടറിയിലേക്ക് നമ്മൾ എന്താണ്? ഇൻസേർട്ട് ചെയ്തിട്ടായിരിക്കും അവരുടെ BP അല്ലെങ്കിൽ ECG നമ്മൾ മോണിറ്റർ ചെയ്തത്. ഓക്കെ, ബ്ലഡ് പ്രഷർ നമ്മൾ മോണിറ്റർ ചെയ്തത് കേട്ടോ. അപ്പൊ വേരിയേഷൻസ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അവരുടെ വേരിയേഷൻസ് എത്രത്തോളം ആണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നോർമൽ വാല്യൂസ് മെഷർ ചെയ്യാൻ സാധിക്കും. ഇനി പിന്നെന്താണ്?
നമ്മൾ കൂടെ കൊണ്ടുപോകുന്ന എല്ലാ എക്യുപ്മെന്റ്സും സെക്യൂർഡ് ആണോ അല്ലെങ്കിൽ നല്ല മെയിൻ്റെനൻസ് ചെയ്തിട്ടുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ എക്സ്ട്രാ ബാറ്ററീസ് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വെന്റിലേറ്ററിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവരുടെ കൂടെ ഒരു പോർട്ടബിൾ വെന്റിലേറ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. അതിലെല്ലാത്തരം വാല്യൂസ് നമുക്ക് മെഷർ ചെയ്ത ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഏതൊക്കെ വാല്യൂസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്? ഒന്ന് ടൈഡൽ വോളിയം, എയർവേ പ്രഷർ, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ, ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ ആൻഡ് റെസിപ്പിറേറ്ററി റേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്പ്ലേസിൽ. അലാം അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു വെന്റിലേറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്ര കാര്യങ്ങൾ മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, മനസ്സിലായോ? Special consideration പറയുന്നുണ്ട്. If the patient requires ambulance to take him to another facility, make arrangements for the transportation with the Social Service Administration. Make sure that necessary equipment is gathered to provide care in the course of transfer. The special consideration എന്ന് പറയുന്നത് എന്താണ്? Special consideration എങ്ങനെയുള്ള പേഷ്യന്റ് ആണ് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ള കാറ്റഗറിയിൽ വരുന്നത്? നിങ്ങളുടെ പേഷ്യൻസ് ആയിരിക്കാം. സ്പെഷ്യൽ കൺസിഡറേഷൻ ആവശ്യപ്പെടുന്ന രോഗികളുണ്ട്. ഇപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വേളയിൽ നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? നമ്മള് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്, VIP ഓക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് ട്രാൻസ്ഫർ വേളയില് പ്രത്യേക പരിഗണനകൾ ആവശ്യമുള്ള ആൾക്കാരാണ് അല്ലെ, നോർമൽ പേഷ്യന്റിനെ പോലെയല്ല. ഓക്കെ, അപ്പൊ അവർക്ക് ഒന്നല്ലെങ്കിൽ സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് തന്നെ നല്ല രീതിയിലുള്ള മറ്റ് സൗകര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ അറേഞ്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും എല്ലാ കാര്യങ്ങളും ട്രാൻസ്പോർട്ട് വേളയിൽ അതെല്ലാം തന്നെ കൃത്യമായിട്ട് ഉണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കണം ഇവരെയും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായത് സ്പെഷ്യൽ കൺസിഡറേഷൻസ് ഉള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ചില പേഷ്യൻസിന്റെ ഫാമിലീസ് തന്നെ ആവശ്യപ്പെടാറുണ്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് തന്നെ കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെടുന്ന അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഫാമിലീസ് ഒക്കെയാണ് അങ്ങനെ ആവശ്യപ്പെടാറുണ്ട് കേട്ടോ. ഓക്കെ, അത് അല്ലെങ്കിൽ എന്താണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെ, VIP അങ്ങനെയുള്ള ആൾക്കാരെ, സെലിബ്രിറ്റീസ്. ഓക്കെ, നമുക്ക് അത്യാവശ്യം എന്താ പറയാ ഫെസിലിറ്റീസ് ഉള്ളതിൽ എക്സ്പെൻസീവ് ആണ് ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അല്ലെ. അത്തരം കപ്പാസിറ്റി ഉള്ളവർക്ക് എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷനോട് കൂടിയിട്ട് എന്താണ് നല്ല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇനി ഈ ഒരു കാറ്റഗറി തന്നെ നമുക്ക് മറ്റ് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ പറയാം അല്ലെ. ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള മറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടില്ലേ? ഓക്കെ, അതായത് എല്ലാത്തരം കൺസിഡറേഷനോട് കൂടി പോകേണ്ട പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. ഓക്കെ, അങ്ങനെയുള്ളവർക്കും ഈ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആയിരിക്കും അനന്തർ ഫെസിലിറ്റിയിലേക്ക് ഹോസ്പിറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ എവിടെ വരെ പറഞ്ഞത്? ഓക്കെ, ഇവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കീ എലമെന്റ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണത്. ഒന്ന്, ആ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, അവർ തീരുമാനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പഠിച്ചതാണ് അല്ലെ. പിന്നെന്താണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ ആളെ പ്രിപ്പയർഡ് ആക്കണം. പ്രിപ്പയർഡ് ആക്കുന്നതിന് പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി. ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആക്കിയിട്ടാണ് പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഏത് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിലാണ് നമ്മൾ, ഏത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്, എയർ ആണോ ഗ്രൗണ്ട് ആണോ എന്ന രീതിയിൽ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. പിന്നെ എയർ ട്രാൻസ്പോർട്ട് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള രോഗികൾ ആരൊക്കെയാണ്, ഏതൊക്കെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ആണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്.
ഓക്കെ, ഇനി ഇവരുടെ കൂടെ പോകേണ്ടത് ആരൊക്കെയാണ് അല്ലെ? ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിൽ പേഷ്യന്റിന്റെ കൂടെ അക്കമ്പനി ചെയ്യേണ്ടത് ആരൊക്കെയാണ്? അതിനെ നമ്മൾ 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തു. ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഓക്കെ, ഓരോ ലെവലും നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. യെസ്. പിന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ, ഡ്രഗ്സ്, മോണിറ്ററിംഗ് ഡിവൈസസ് എല്ലാം തരം ഏതൊക്കെയാണെന്ന് പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ള പേഷ്യൻസ് ഏതൊക്കെയാണ്, അവരെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കൊണ്ടുപോകേണ്ടത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ വരെ ഓക്കെ ആണോ? കണക്ട് ചെയ്ത് പറഞ്ഞപ്പോ മനസ്സിലായോ? യെസ്. ഇനി ഇത് ടീച്ചർ അത് അടുത്ത ക്ലാസ്സിൽ എടുത്തുതരാം കേട്ടോ. അതായത് ഇനി നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ മാത്രം മതി ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ കൂടി വേണം അല്ലെ? അനന്തര ഫെസിലിറ്റിയിലേക്ക് നമുക്കൊരു ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഔട്ട് ആണ്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാണ് അല്ലെ? അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. കുറച്ച് പറയാനുണ്ട് കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ 2 ചാപ്റ്റർ കഴിഞ്ഞില്ലേ? ഫസ്റ്റ് ഏതാണ് എടുത്തത്? ഡിസ്ചാർജ് പ്രോസസ്സും ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസും കഴിഞ്ഞു അല്ലെ? ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. മോക്ക് ടെസ്റ്റ് ഒക്കെ എല്ലാ ദിവസവും ചെയ്യാറില്ലേ? ഓക്കെ, താങ്ക് യു.